ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും 50-50 പകുതി നമ്മുടെ ഭാഗത്താണ്. നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത രീതിയിൽ നല്ല ടൂറായിട്ടാണ് എനിക്കിത് തോന്നിയത്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇതേപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മിക്കവാറും സാറിന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിലൊരു ടൂർ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. എല്ലാം വെറുതെ ബസ്സിൽ പോവാൻ, സ്ഥലങ്ങൾ കാണാൻ പോലും അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മൾ പകുതി നമ്മളോട് അതിലേക്ക് ആക്റ്റീവായി അത്തരത്തിലുള്ള ടൂറായിരിക്കും നന്നായിരിക്കുക. താങ്ക് യു. തിരിച്ചു പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ മനസ്സിലുള്ള ചെറിയൊരു വേദന, വിഷമം പറയാതിരിക്കാൻ വയ്യ. കാരണം സാധാരണ നമ്മൾ ഇങ്ങനത്തെ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വളരെ ഹാപ്പി ആയിക്കോ, നാളെ വീട്ടിലെത്താലോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അത് 2 ദിവസം കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ല എന്നുള്ള മാതിരി ഒരു ചിന്താഗതിയാണ് വരുന്നത്. കാരണം ഇവിടുത്തെ നല്ലവരായ മനുഷ്യന്മാരോടുള്ള പെരുമാറുമ്പോഴുള്ള മനസ്സിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, കൂടാതെ സാറ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതായ ഓരോരോ വിലയേറിയ ഓരോരോ പദ്ധതികൾ, ഇതെല്ലാം നമ്മൾ എനിക്ക് എൻജോയ് ചെയ്തു. 4 ദിവസം 3 ദിവസമായിട്ട് രാവിലെ നമ്മൾ താൽക്കാലികമായിട്ട് ലക്ഷദ്വീപിലോട്ട് വിടവുകയാണ്. വീണ്ടും നമുക്ക് വരണം ഇങ്ങോട്ട്. ഇനിയും നമുക്ക് ഇതേപോലെ തന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ വരണം. ഇവരുടെ സ്നേഹം നമുക്ക് അനുഭവിക്കണം. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ ലക്ഷദ്വീപിൽ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിറയുന്നുണ്ട്. അപ്പൊ അതൊരു വല്ലാത്തൊരു പ്രത്യേകതയാണ് ലക്ഷദ്വീപിന്റെ. അപ്പൊ എല്ലാ പരിപാടികളും വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. വളരെ മനോഹരമായിരുന്നു ഈ പറയാനുള്ളത്. നമ്മുടെ ഈ ലക്ഷദ്വീപ് നിവാസികളോടാണ് വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മളെ വരവേൽക്കാനും നമ്മൾ ഈ 3 ദിവസം നമ്മളോടൊത്ത് അവരെല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനായിട്ട് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിജു സാർ ഈ ടൂറ് ഏറ്റവും നല്ല രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ടൂർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തോട് എനിക്ക് നന്ദിയും നമസ്കാരവും ഞാൻ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇനിയും എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒന്നിച്ച് നമുക്ക് ഓരോ ടൂറും പോകുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പോകുന്നത് പരിചയമില്ലാത്തവരാണ് അധികം ആൾക്കാരും. അപ്പൊ ഇത് എങ്ങനെയാവും അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരവും സന്തോഷവും എല്ലാവരും ഒറ്റ കുടുംബത്തിൽ പെരുമാറുന്ന പോലെ എല്ലാവരും ചെയ്തു. അതിന് ബിജു സാറിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഒരു സങ്കടമുള്ളത് എൻ്റെ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അത്ര നല്ല പരിപാടിയാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇതാണെന്ന് അറിയില്ലായിരുന്നു. ഇനി അടുത്ത കൊല്ലം ഞങ്ങളില്ല, അവരെ പറഞ്ഞു വിടാൻ ബിജു സാറിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവരെ അടുത്ത കൊല്ലം വിടുമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം. ബിജു സാറോട് പ്രത്യേകം നന്ദി പറയാണ്. ഇവിടെ പറയാൻ പലരും വിട്ടുപോയ പേര് ഞാനിവിടെ സൂചിപ്പിക്കണം. നമ്മുടെ അംസല, അവരുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പയ്യൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഷിപ്പിൽ പോയപ്പോൾ ഡ്രൈവർ പറഞ്ഞു 4 പേര് ഈ കപ്പലോടിക്കുന്നതിൻ്റെ കൂടാതെ ആളെ കൂടാതെ 4 പേരുണ്ട്. അവരെല്ലാ തലകളുടെയും ശ്രദ്ധയും മേലിലാണ് അവരുടെ ശ്രദ്ധ എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ കൂടെ എത്തിച്ച ബിജു സാറിന് നമ്മളെ പറ്റി ഞാനിച്ചിരി കുറച്ച് പറഞ്ഞ ബൗണ്ടറി കിടന്ന് അങ്ങോട്ട് പോയപ്പോൾ ബിജു സാർ എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അത്രയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നൽ നമുക്ക് ഉള്ളിലുണ്ടാവുകയാണ്. അതിന് പ്രത്യേകം ബിജു സാറിന് ഇനിയും ബിജു സാറിന് ഗ്ലോബൽ ലീഡർ അത് നല്ല ഉയരങ്ങളിലേക്ക് എത്തിട്ട് ഒരുപാട് ആളുകളെ ലക്ഷദ്വീപിലും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളും കാണാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായി കൊടുക്കട്ടെ. അവരുടെ എന്താണ് ടൂറിസം പ്രോഗ്രാം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ആശംസിക്കാൻ. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എല്ലാവരും പെരുമാറിയെന്നൊക്കെ വളരെ നന്ദി. എൻജോയ്മെന്റ് ചെയ്ത് നല്ലപോലെ. ഓക്കെ, ഇനിയും തുടർന്നുള്ള ടൂറിനും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹൈദരാബാദ് ബുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഈ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടല്ലേ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തത്. പിന്നെ ഞാന് ബൈജുസാണ് ഞാൻ എന്നും കാണലുണ്ട് നടക്കാൻ പോകുമ്പോ. പക്ഷെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾക്കൊന്ന് ചിരിച്ച് ഹായ് ഒക്കെ പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ചിരിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ പോണത്. ഇനിയും പോകാൻ ആഗ്രഹമുണ്ട്. അഷർക്ക കഴിഞ്ഞാൽ ഞാൻ
ജെസ്സി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടപ്പോഴാണ് ഈ ടൂറിനെ പറ്റി അറിഞ്ഞത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഷൈനി, ഷേർലി, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. എൻ്റെ കസിൻ ബിന്ദുവിനോടും പറഞ്ഞു. അപ്പം ബിന്ദു വന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ കുട്ടികളെ എന്നെ നിർബന്ധിച്ച് വിട്ടതാണ് പോകാമെന്ന് പറഞ്ഞിട്ട്. നീ നല്ല എൻജോയ്മെൻ്റായി. ലക്ഷദ്വീപിലേക്ക് വരണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ ബിജുമാഷ് പ്ലാൻ ചെയ്തത് ബിജുമാഷാണോ, പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ എന്ത് കാര്യം പറയാനും പിന്നെ അടിപിടി കൂടണമെങ്കിലും എന്ത് കാര്യം ഇങ്ങനെയാണ് മാഷെന്ന് പറയാനും ധൈര്യമുള്ള ആളായതുകൊണ്ട് തന്നെ എവിടെ ബിജുമാഷ കൂടെ പോകാനും നമുക്ക് പേടിയില്ല. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ട്രിപ്പ് പോവാണ് എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ, ബിജുമാഷയുടെ കൂടെ. പിന്നെ അപ്പുറത്തേക്ക് ചോദ്യമൊന്നുമില്ല എന്താണ് ഏതാണെന്നുള്ളത്. പിന്നെ ഇവിടെ വന്ന് നമുക്ക് വളരെ നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ ലക്ഷദ്വീപിന്റെ ഷാരൂഖ് ഖാനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ എന്താണോ പറയുന്നത്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പോ കാശ്മീരിലും രാജസ്ഥാനിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ലക്ഷദ്വീപ് യാത്ര വളരെ വളരെ ഒരു അനുഭവം തന്നെയായി മാറി. സത്യം പറയാച്ചാൽ വെള്ളത്തിലാണെന്ന് പറയുമ്പോൾ ഇത്ര സുഖമാണെന്നുള്ളത് ഇപ്പോഴാണ് ചോദിക്കാൻ മനസ്സിലായില്ല. 3 ദിവസം നമ്മൾ വെള്ളത്തിലായിരുന്നു. അത് അത്ര ആസ്വദിക്കാൻ വേണ്ടി വെള്ളത്തിലായാലും എനിക്ക് ഇതിലാണ് അല്ലെ. ഈ 3 ദിവസം വെള്ളത്തിലായത് അത്ര വെള്ളത്തിലാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തായാലും വളരെ ആസ്വദിച്ചു. പിന്നെ സ്കൂബി ഡ്രൈവർ, സ്നോർക്കലിംഗ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത്ഭുതമായിരുന്നു. നമ്മളിങ്ങനെ ഓരോരുത്തർ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത് നേരിട്ട് അനുഭവമായപ്പോ വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു അത്. എന്തായാലും അത് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മുടെ ലക്ഷദ്വീപിലെ ആളുകൾക്കും നമ്മുടെ ബിജുമാഷിനും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഷാരൂഖ് ഖാനോട് പറയുകയാണ് എല്ലാവരും കൂടെ കുട്ടിയിൽ മലപ്പുറത്തേക്ക് വരിക. ഞങ്ങള് ഇതേപോലെ തന്നെ നിങ്ങളെ ഞങ്ങളും സ്വീകരിക്കുന്നതാണ്. ഓക്കെ കമാൽ. ദ്വീപ് യാത്രയും വളരെ ആസ്വാദ്യകരമായി തോന്നി. കടലിന് അഗാധമാ നീലിമയും പവിഴങ്ങളും മുത്തും കോറൽസുകളും അതുപോലെ സീ അനിമോൾസ് ഒക്കെ കണ്ട് ഗ്ലാസ് ബോട്ടിലൂടെയുള്ള യാത്ര വളരെ മനോഹാരിതയുള്ളതായിരുന്നു. പിന്നെ കാര്യം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എല്ലാവരുമായിട്ടും പരിചയപ്പെട്ട് നല്ല ഒറ്റക്ക് വരുന്നതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞാൻ മാഷോട് പലതവണ ചോദിച്ചിരുന്നു വേറെ ആരെങ്കിലും ഉണ്ടോ ഒറ്റക്ക്, എല്ലാവരും ഫാമിലി ആയിരിക്കും എന്നൊക്കെ സംശയിച്ചിരുന്നു. അപ്പൊ മാഷ് പറഞ്ഞല്ല, ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഏതായാലും നല്ല ആസ്വാദ്യകരമായൊരു ട്രിപ്പായിരുന്നു. ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണ്. പപ്പയുടെ അമ്മയുടെ കൂടെ മുന്നിൽ, അതായത് അവര് ഞങ്ങളെ കൊണ്ടുവരുന്ന കാലത്ത് ഒത്തിരി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാറുള്ളത് ഒന്നിച്ച് പോവാറുണ്ടെങ്കിലും ഇങ്ങനെ വേളാങ്കണ്ണി അങ്ങനത്തെ ട്രിപ്പുകളിലാണ് കൂടുതൽ പോയിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യും. പക്ഷെ നമ്മൾ വേവ് ലെങ്ത് നോക്കി പറ്റുന്ന ആളുകൾ ഉണ്ടാവില്ല, നമ്മുടെ കുറെ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടത്തിലാണ് മിക്കപ്പോഴും പോവാറുള്ളത്. അപ്പൊ ഇത്തവണ പപ്പയും അമ്മയും പറഞ്ഞു നമുക്ക് ഇങ്ങനെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞപ്പോ അവരെ ഒന്നിച്ച് ഞങ്ങൾ കൂടെ വേണമെന്ന് തോന്നി. കാരണം അമ്മയ്ക്കൊക്കെ ചെറിയ ചെറിയ ബിപിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ട്രിപ്പിന് വരാൻ തീരുമാനിച്ചത്. അപ്പൊ പരിചയമുള്ളവർ വളരെ കുറവാണ്. ഉണ്ടെങ്കിലും അങ്ങനെ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ പരിചയമുള്ളവരാണ്. അപ്പൊ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ചിന്തിച്ചത്. പിന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എയർപോർട്ടിൽ വന്നപ്പോഴും എനിക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ അല്ലായിരുന്നു. നമ്മള് എയർപോർട്ടിൽ എത്തിയപ്പോഴും എല്ലാവരുമായിട്ട് അങ്ങനെ പരിചയമൊന്നും ആവുന്നില്ല. എല്ലാവരും അവരവരുടെ ടിക്കറ്റ് നോക്കുന്നു, എല്ലാവരും ഇവിടെ പോകുന്നു അങ്ങനെയായിട്ട് ഞങ്ങളും വേറെ രീതിയിലേക്ക് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇത് പല കുടുംബത്തിൽ നിന്ന് വന്നവരാണെന്ന് എനിക്ക് ഇതേവരെ തോന്നിയില്ല. കാരണം നമ്മള് ഓരോ സമയവും ഇപ്പൊ ഇത്തേന്റെ അടുത്തായാലും ആരെടുത്തായാലും ഞാൻ ഇരിക്കുന്നത് എന്റെ അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തിരിക്കുന്ന പോലെ അങ്ങനെയാണ്. അപ്പൊ ചുറ്റിലുള്ളവർ ആരും എന്താ പറയാ പരിചയമില്ലാത്തവരാണെന്നുള്ള ഒരു ഫീലേ ഇല്ല. അത്ര അടിച്ചു പൊളിച്ചു. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും എൻജോയ് ചെയ്തൊരു ട്രിപ്പ് വീണതിനേക്കാളും കൂടുതൽ
നമ്മള് സ്നോർക്കലിങ്ങിന് പോയി ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അമ്മയുടെ അതിനേക്കാൾ പേടിയുള്ള കൂട്ടത്തിലാണ് പല കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. പക്ഷെ ഇത്തവണ ഇഷ്ടത്തോടുകൂടെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മള് കുളിച്ചതും എല്ലാം എല്ലാവരും ഒന്നിച്ചിറങ്ങി, ആരും മാറി നിന്നില്ല. എല്ലാവരുടെ കൂടെ നമ്മള് എന്താ പറയാ ഒരേ ഏജിലുള്ള ആളുകളായിട്ട് തന്നെയാണ് എല്ലാവരും എൻജോയ് ചെയ്തത്. അപ്പം ബിജുമാഷിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത്. നമ്മൾ എപ്പോഴും ടെൻഷനുള്ള ഒരു കാര്യമാണ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സേഫ് ആയിരിക്കുമോ എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇനി ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ട്. എല്ലാ സ്ഥലങ്ങളും പ്ലാൻ ചെയ്യണം, ഞങ്ങളൊക്കെ ഉണ്ടാവും പിന്നാലെ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞതിന്. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മള് കേരളത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയതാണെന്നുള്ളൊരു ഫീൽ ഇല്ല. കാരണം അത്രയും നമ്മളെക്കാളും നമ്മള് മറ്റുള്ളവരോട് പെരുമാറുന്നതിനേക്കാൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഇവിടുത്തെ ഓരോ. ഇപ്പൊ തന്നെ വേണ്ടേ നമ്മുടെ ചുറ്റും ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് പറയും, സമയമായി, ഒച്ചയാണ്, ബഹളമാണ്, ഉറങ്ങാൻ സമയമായി, അങ്ങനെ ഒത്തിരി പരാതികൾ ഇപ്പൊ വന്നു കഴിയും. അപ്പൊ അതൊന്നുമല്ല, നമ്മളുടെ സന്തോഷം എങ്ങനെ നമുക്ക് മാക്സിമം തരാൻ പറ്റുന്നോ അവര് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഓൾവേസ് വെൽക്കം. താങ്ക് യു.